ചേച്ചി. ഓ, വിളിക്കുന്നുണ്ടല്ലോ. എന്താണാവോ? എന്താണോ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട്? നീ എന്താ ഷെഫാണോ? അതെ ചേച്ചി, ഇന്ന് ഞാൻ അമ്മ ചേച്ചിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച സ്പെഷ്യൽ ചായ ഉണ്ടാക്കി തരാൻ പോവുകയാണ്. അതൊന്നും വേണ്ട മാളു. നിന്റെ പരീക്ഷണം കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കാൻ എന്നെ കിട്ടില്ല. നീ ഒന്ന് പോയേ. ചായ ഉണ്ടാകുന്നു. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നീ പോയി അപ്പുറത്ത് പോയി കളിച്ച്. ചേച്ചിയുടെ പുച്ഛില്ല. 5 മിനിറ്റ് ഇവിടെ സൂപ്പർ ചായ റെഡിയാവും. അത് കുടിച്ചിട്ട് ഞാൻ വരും. ഞാൻ പോയി ചായ റെഡിയാക്കാം. എൻ്റെ ഭഗവാനെ, പെട്ടോ? ഇവിടെ എനിക്ക് ഇനി സോപ്പ് പൊടിയെങ്ങാനും കലക്കി തരുമോ? അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഈശ്വര, അടുക്കളയിൽ നിന്ന ശബ്ദം. ഇവൾ അടുക്കള തന്നെ ഇല്ലാണ്ടാക്കൂ. ഓ, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചായ റെഡി. ഇത് മാളു സ്പെഷ്യൽ ചായയാണ്. കുടിച്ചിട്ട് അഭിപ്രായം പറയും. മാളു, നിന്റെ സ്പെഷ്യൽ ചായ ആയത് കൊണ്ടാണോ നിനക്ക് ഇത്ര ഗമ? കുടിച്ചു നോക്ക്. ഓ, എന്തായിരുന്നു? ഇനി ഇതൊന്ന് കുടിച്ചു നോക്ക്, എന്നിട്ട് പറ. എന്നാ ശരി, നീ സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ, കുടിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി തന്നെ ചായ. ഈ ചായയിൽ എന്താ ഇത്ര എരിവ്? നീ ഇതിൽ എന്താടി ചേർത്തത്? എരിവോ? ഞാൻ നല്ല ബെസ്റ്റ് ബൂസ്റ്റ് പൊടിയും പഞ്ചസാരയല്ലേ ഇട്ടത്. ആ ചുവന്ന ഡപ്പയിലായിരുന്നു. അയ്യോ, അതിൽ ആ ചിക്കൻ മസാലയല്ലേ ഇരിക്കുന്നത്. നീ അത് കലക്കിയാണോ എനിക്ക് തന്നത്? അപ്പോൾ ബൂസ്റ്റ് പൊടി എവിടെയാ? എന്നാ ചിക്കൻ മസാല ഇട്ട് കലക്കിയ ചായ നീ തന്നെ അങ്ങ് കുടി. അങ്ങനെ നിന്റെ ആരോഗ്യം നന്നാവട്ടെ. നിനക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാക്കട്ടെ. അമ്മ, ചിക്കൻ മസാല മറച്ചു വെച്ചത് എന്റെ വയ്യ. അയ്യോ, ഞാനല്ലമ്മേ, ഞാൻ ഇവിടെ ഇന്ന് പഠിക്കുക. പിന്നെ ആരാ ഇതൊക്കെ തറയിലാക്കി വെച്ചത്? എന്താ മാളു നീ അമ്മയോട് പറയാത്തത്? നീയാണെന്ന്. കൂടെ ഈ ചായ അങ്ങ് കൊടുക്കും. അമ്മയ്ക്ക് നല്ല ആരോഗ്യം വെക്കട്ടെ. എന്നിട്ട് നീ പറ, ആ ചിക്കൻ മസാല കഴിഞ്ഞ് ഈ ചായയിലുണ്ടത്. ഹോ, നിന്റെ ആ തൊപ്പി നന്നായിരിക്കുന്നു. ഈ ചായക്ക് പറ്റിയ തൊപ്പി. എന്നാലേ ഞാൻ പഠിക്കട്ടെ. നിന്നെ പോലെ ബുദ്ധിയില്ലാതെ ആയാലേ വലിയ പ്രയാസമാണ് ഈ ലോകത്ത് ജീവിക്കാൻ. മാളു, മാളു. ഈശ്വര, അമ്മ വിളിക്കുന്നു. എന്നെ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല മോളെ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാളു, നിന്റെ പിന്നീടോ? പിന്നീടെന്നാ? അയ്യോ അമ്മ, എടീ, നിന്നെ ഞാനിന്ന് ശരിയാക്കും.